എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പൊട്ടറ്റോ കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടറ്റോ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ഞാനിതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം പാനിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഗരം മസാല ചേർക്കണമെന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. ആ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് 2 സവോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ബാക്കി നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കണം. അപ്പോൾ ചെറിയൊരു കളറ് മാറുന്നിടം വരെ ഇതൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ വേകാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഗരം മസാല ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പിടി തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. കണ്ടോ, ഇവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സി കഴുകിയ വെള്ളവും പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഇങ്ങനെ കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാണ്ടേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങിലേക്കൊന്നും എല്ലാതൊന്നും ശരിക്കും പിടിക്കില്ല. അപ്പോൾ ഫ്രൈ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എനിക്ക് ഈ കറിക്ക് കുറച്ച് എരിവ് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. പിന്നെ ടേസ്റ്റിനായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉലർത്തിയും കൂടെ ഒഴിക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാതെ തന്നെ കറി ടേസ്റ്റാണ്. പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഇങ്ങനെയും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ നിങ്ങൾ പൊട്ടറ്റോ വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയേ കറി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയിലായിട്ട് ഫോട്ടോ അയച്ചു തരിക. jokichendiaries@gmail.com എന്ന മെയിൽ ID-യിലേക്ക് ഫോട്ടോ അയച്ചു തരിക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ബൈ.